നമസ്കാരം. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബ സംഘടനയുടെ മുതിർന്ന കമാൻഡറും പ്രധാന റിക്രൂട്ടറുമായ ബിലാൽ ആരിഫ് സലാഫി അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഇന്ത്യക്കെതിരായ തീവ്രവാദ ശൃംഖലയ്ക്ക് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മുരിദ്ഖയിലുള്ള ലഷ്കർ ആസ്ഥാനമായ മർക്കസ് തോയ്ബ സമുച്ചയത്തിനുള്ളിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഈദ് നമസ്കാരത്തിന് പിന്നാലെ നടന്ന ആക്രമണത്തിൽ സലാഫിയെ ലക്ഷ്യമിട്ട് അടുത്തുകൂടി വെടിയുതിർക്കുകയും തുടർന്ന് കത്തി ഉപയോഗിച്ച് പലതവണ കുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അക്രമികൾക്ക് പിന്തുണയായി മൂന്നാമത്തെ ഒരാൾ സ്ഥലത്തെ നിയന്ത്രിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സലാഫി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സുരക്ഷാ വൃത്തങ്ങൾ അനുസരിച്ച് സലാഫി കശ്മീർ മേഖലയിൽ ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് യുവാക്കളെ പ്രേരിപ്പിക്കുന്നതിലും അതിർത്തി കടത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. നിരവധി യുവാക്കളെ മതഭ്രാന്തിലാഴ്ത്തി ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾക്ക് തയ്യാറാക്കുന്നതിൽ അദ്ദേഹം പ്രധാന ആസൂത്രകനായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അതീവ സുരക്ഷയുള്ള ലഷ്കർ ആസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു ആക്രമണം നടന്നത് സംഘടനയ്ക്കുള്ളിലെ ഭിന്നതകളെയും സുരക്ഷാ വീഴ്ചകളെയും തുറന്നുകാട്ടുന്നതായി കാണപ്പെടുന്നു. സംഭവ സമയത്ത് മറ്റു ഉന്നത ലഷ്കർ നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ ആഭ്യന്തര സംഘർഷ സാധ്യതകൾ ശക്തമാക്കുന്നുണ്ട്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഈ സംഭവത്തോടെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ശൃംഖലകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടതായി സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രധാന വ്യക്തിയുടെ നഷ്ടം അതിർത്തി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്തേക്ക് മന്ദഗതി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.